പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. സ്ഫിയർ ഐഡിയസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തേടി വന്നിരിക്കുന്നത് ഷാലു തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഷാലു ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഷാലുവായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ ഷാലു നമ്മുടെ ലൈവിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഷാലു. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ് ഷാലു ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. ഷാലുവിൻ്റെ പെങ്ങളുമുണ്ട്. ഷാലുവിന് ഒരു ചാനലുണ്ട് കേട്ടോ, മിസ്റ്റീരിയസ് മലയാളം എന്നൊരു ചാനലിൻ്റെ ഉടമ കൂടെയാണ് ഷാലു. അങ്ങനെ ഷാലു വന്നതിന് ശേഷം ഷാലു നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വൈകുന്നേരം ലൈവ് ഇടുന്ന സ്റ്റുഡിയോ ആണ്, നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ, അതാണ് നമ്മുടെ സ്റ്റുഡിയോ. ലൈവ് ആദ്യം വന്നപ്പോൾ തൊട്ട് ഷാലു പറയാറുണ്ട്, ഒരു ദിവസം നിങ്ങളെ കാണാൻ വരും. പക്ഷേ ഷാലുവിന് സമയം വെക്കുമ്പോൾ നമുക്ക് സമയം വെക്കത്തില്ല, നമുക്ക് സമയം വെക്കുമ്പോൾ ഷാലുവിന് സമയം വെക്കത്തില്ല. എന്തായാലും ഇന്ന് അതൊരു അവസരം കിട്ടി. അങ്ങനെ ഷാലു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഷാലു തിരുവല്ല വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷാലുവിൻ്റെ വീട്. അങ്ങനെ ആൽബമൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി ഞങ്ങൾക്ക് മൈക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരു 4 ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇന്നാണ് ആ മൈക്ക് വന്നത്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. എന്തായാലും ഷാലുവിനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഷാലു തന്നെയാണ് ആ മൈക്ക് അൺബോക്സ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ആ മൈക്ക് വലിയ ക്വാളിറ്റി ഇല്ല. ഞങ്ങളത് തിരിച്ചു കൊടുക്കാനായിട്ടിരിക്കുകയാണ്. വീഡിയോ ഞങ്ങൾ ഇന്നാണ് ഇടുന്നത്. ഇത് കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഈ മൈക്ക് വലിയ ഗുണമില്ല കേട്ടോ, നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്തായാലും ഇത് കുറഞ്ഞ റേറ്റാണ്, 1000 രൂപയിൽ താഴെയാണ്, അതുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ല. എന്തായാലും ഞങ്ങളൊരു മൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തീരെ സൗണ്ട് ക്വാളിറ്റി ഇല്ല. ഒരു മുറിയിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ മുറിയിലോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് നമ്മൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇതിന് റീഫണ്ട് ഇല്ലാതായിപ്പോയി, റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മൈക്ക് മേടിക്കണം. പക്ഷേ മൈക്ക് മേടിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് ആകും. എന്തായാലും ഈ മൈക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഷാലു എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സാധനം അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ ഈ ഷാലിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷാലിന് നല്ലൊരു യൂട്യൂബ് ചാനലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഷാലുവിൻ്റെ വോയിസൊക്കെ നല്ല കിടിലം വോയിസാണ്. അതിൻ്റെ പെർഫോമൻസൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അപ്പം മിസ്റ്റീരിയസ് മലയാളം എന്നാണ് ഷാലുവിൻ്റെ യൂട്യൂബ് ചാനൽ. ഞങ്ങളതൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലോട്ടാണ്. കാരണം ഞാൻ രാവിലെ വന്ന് ഇവിടെ പാൽപ്പായസത്തിന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഷാലു പെട്ടെന്ന് വരുന്നത് കാരണം അന്ന് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ചെല്ലുന്നവർക്ക് നമ്മൾ ക്യൂ നിന്ന് മേടിക്കണം. അപ്പോൾ രാവിലെ നമ്മൾ ചെന്ന് എല്ലാം പറഞ്ഞെല്ലാം ഓക്കെ ആയി, പാൽപ്പായസം കിട്ടിയിട്ടുണ്ട്. ആ പാൽപ്പായസമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീണ അവിടെ വിഭവസമൃദ്ധമായ സദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, കപ്പ, ചിക്കൻ, പിന്നെ കച്ചമ്പർ, ചോറ്, ചൂരക്കറി എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് കേട്ടോ. ശ്രീകാന്ത് ഷാലുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു നമ്മൾ ഇത്രയും ദൂരം നിന്ന് വരുന്നില്ലേ, അപ്പം ശ്രീകാന്തിനോട് വിളിച്ചില്ല, മോശമാണ്. അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ ലൈവിലും അല്ലാതെയും നമ്മൾ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശ്രീകാന്തിന് പോകണമായിരുന്നു. അങ്ങനെ ശ്രീകാന്ത് പോയി. അപ്പം ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു, ഞങ്ങൾ ആലപ്പുഴ ബീച്ച് വരെ ഒന്ന് പോകണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോഴേക്കും ബീച്ചിൽ പോകണമെങ്കിൽ നമ്മുടെ BMW അല്ലെങ്കിലും ഞങ്ങൾക്ക് BMW ആണിത്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ നസീർ ഭായി വന്നിരിക്കുകയാണ്, നമ്മുടെ വാഹനവുമായി വന്നിരിക്കുകയാണ്. എൻ്റെ അല്ല, നസീറിക്കയുടെയാണ് വാഹനം. എന്തായാലും ശിവ കയറി ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ശിവ ഫ്രണ്ടിൽ കയറി ഇരുന്നപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ ശിവയ്ക്ക് ബുദ്ധിമുട്ട്. ഞാൻ ശിവനെ നേരെ പിടിച്ച് പുറയിലിരുത്തി, ഞാൻ കയറി ഫ്രണ്ടിലിരുന്നു. പിന്നെ നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ടുള്ള യാത്രയിലാണ്. യാത്രാമധ്യേ നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ, നമ്മുടെ അപ്പുറവും ഇപ്പുറവുമുള്ള ദൃശ്യങ്ങൾ ഞാൻ ക്യാമറയിലൂടെ പകർത്തുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണ്. ആലപ്പുഴ ബീച്ച് അടുത്തപ്പോഴാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ബീച്ചും എല്ലാം അടുത്താണ് കേട്ടോ. ഇവിടെ പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബാണ്. ഈ പാലത്തിൻ്റെ അപ്പുറമാണ് ബീച്ച്. അവിടെ നോക്കുമ്പോൾ നല്ല വൈബാണ് കാണാൻ. എന്തായാലും കാറിടാനൊക്കെ സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി നമ്മൾ വന്ന. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലം കാണത്തില്ല. എന്തായാലും ഞങ്ങൾ നേരെ കണ്ട അതിൻ്റെ ബാക്കിലെ സ്ഥലം കണ്ട, പാലമൊക്കെ കണ്ട, നല്ല വൈബാണ്. ആ പാലത്തിൻ്റെ മേളിൽ കയറുന്ന നമ്മൾ നേരെ പടിഞ്ഞോട്ട് നോക്കുവാണെങ്കിൽ എന്താ ഒരു വൈബ്. നിങ്ങളെല്ലാവരും ആലപ്പുഴ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ബീച്ച് വരണം. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, പാരച്ചോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അത് വന്നപ്പോൾ തന്നെ നമ്മുടെ തലയുടെ മേളിൽ കൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ശിവ കാണണ്ട, ശിവ കാണുവാണെങ്കിൽ പറയാം, എനിക്ക് അതിൻ്റെ അകത്ത് കയറണമെന്ന് പറയുന്നുണ്ട്. ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്യമൊക്കെ കാണുമ്പോൾ. അത് കാരണം ശിവനെ നേരെ കടലിലോട്ട് ഞാനും ശിവയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണയാണ് ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത്. ശിവയ്ക്ക് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ കളിക്കണം, അത് പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷാലുവിന് ഒരു ഫോൺ വന്ന് പെട്ടെന്ന് വീട്ടിൽ ചെല്ലേണ്ട അത്യാവശ്യമുണ്ട്. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ മേടിച്ച് ശിവമോള് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. എന്തായാലും ഞാനും ഒരു പൊതി കപ്പലണ്ടി എനിക്ക് കഴിക്കണമെന്നുണ്ട്, ക്യാമറ പിടിക്കുന്ന കാരണം കഴിക്കാൻ പറ്റിയില്ല.
എന്തായാലും കാറിൽ കയറുമ്പോൾ കഴിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നടാ. ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ, ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഷാലുവിന് കൊടുക്കാൻ വെച്ചിരുന്ന പാൽപ്പായസം ഉണ്ട്. പാൽപ്പായസം മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ അരവണ ഉണ്ടായിരുന്നു. ഷാലു വിളിക്കുമ്പോഴൊക്കെ പറയും പാൽപ്പായസം. അപ്പം ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടാണ് അമ്പലപ്പുഴ പാൽപ്പായസം. എന്തായാലും ഞങ്ങൾ പാൽപ്പായസം ഷാലുവിന് കൊടുത്തു. അപ്പോൾ ഷാലു പോകാൻ തയ്യാറാകുകയാണ്. മഴയുടെയൊക്കെ ഒരു ലക്ഷണമുണ്ട്. എന്നാൽ ഓക്കെ, അപ്പം അവർ യാത്ര തിരിക്കുകയാണ്. വീണ്ടും വരാമെന്നാണ് ഷാലുവിൻ്റെ പെങ്ങൾ പറയുന്നത്. ഇപ്പോൾ അർജൻറ്റായിട്ട് പോകേണ്ട ഒരു കേസ് ഇട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ നേരത്തെ വന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.